നമസ്കാരം. നമ്മൾ ആരോഗ്യം ചാനലിലൂടെ പലപ്പോഴും നമ്മുടെ ലൈഫുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പല അസുഖങ്ങൾക്കും ഉള്ള ഒരു എക്സ്പേർട്ട് ഒപ്പീനിയൻ എന്നുള്ള രീതിയിൽ നിങ്ങൾക്കൊരു ഇൻഫർമേഷൻ ലഭിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അല്ലേ? ഇന്ന് സ്ത്രീകളുമായി സംബന്ധിക്കുന്ന ഒരു വിഷയമായിട്ടാണ് നമ്മൾ എത്തിയിട്ടുള്ളത്. ഈ ലേഡീസിൻ്റെ ലൈഫിൽ ഈ മെൻസ്ട്രൽ സൈക്കിൾ അല്ലെങ്കിൽ ആർത്തവ ചക്രം എല്ലാ മാസവും മാസമുറ എന്ന് പറയുന്ന ഒരു പ്രക്രിയ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. അവരുടെ ലൈഫ് മുന്നോട്ട് പോകാനും അവരുടെ ജനറേഷൻ നിലനിർത്താനും ഒരു ലേഡി എന്നുള്ള രീതിയിൽ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. പക്ഷെ അവിടെ വരുന്ന ചെറിയ ചെറിയ ചേഞ്ചസോ, ചില സമയത്ത് ബ്ലീഡിങ് ഒരുപാട് കൂടാം, ചില സമയത്ത് ബ്ലീഡിങ് തീരെയില്ല, ചിലപ്പോൾ ഒരു മാസം 2 പ്രാവശ്യം വന്നു, ഇല്ലെങ്കിൽ ചിലപ്പോൾ ഒരു മാസം വന്നതേ ഇല്ല. ഇതൊക്കെ കാണുമ്പോൾ നമുക്കൊരു ടെൻഷനാണ്, അയ്യോ എന്തെങ്കിലും പ്രശ്നം പറ്റുമോ? അപ്പോൾ എപ്പോഴാണ് ഈ അബ്നോർമൽ യൂട്രൈൻ ബ്ലീഡിങ്, ഇല്ലെങ്കിൽ എപ്പോഴാണ് നമ്മുടെ മാസമുറ ശരിയല്ല, ഇല്ലെങ്കിൽ അതിനെക്കുറിച്ച് അങ്ങനെ വരുന്നത് ഒരു പ്രശ്നമാണോ? ഈ ഒരു ചോദ്യങ്ങൾക്കൊക്കെ ഉള്ളൊരു ഉത്തരം ഇന്ന് ഈ എപ്പിസോഡിൽ നിന്ന് നിങ്ങൾക്ക് ലഭിക്കും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഏവർക്കും സ്വാഗതം. Adlux ഹോസ്പിറ്റലിലെ ഹെഡ് ഓഫ് ദി ഡിപ്പാർട്ട്മെന്റ് ഓഫ് Obstetrics ആൻഡ് Gynaecology ഡോക്ടർ എലിസബത്ത് ജേക്കബ് മാഡമാണ് ഇന്ന് നമ്മളോടൊപ്പം ഉള്ളത്. വെൽക്കം മാഡം. മാഡം, നമ്മളിപ്പോൾ ടോപ്പിക് ഇന്ന് ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിച്ച അബ്നോർമൽ യൂട്രൈൻ ബ്ലീഡിംഗ് എന്നുള്ളതാണ്. സോ എന്താണ് ആക്ച്വലി അബ്നോർമൽ യൂട്രൈൻ ബ്ലീഡിംഗ്? അപ്പോൾ any bleeding that is abnormal in terms of either the frequency, the duration, the volume or the regularity എന്ന് പറഞ്ഞാൽ നോർമലി ഈ 4 പാരാമീറ്റേഴ്സിൽ വ്യത്യസ്തത എന്തെങ്കിലും ബ്ലീഡിങ്ങിൻ്റെ മെൻസ്ട്രൽ ബ്ലീഡിങ്ങിൻ്റെ അളവിന് ഉണ്ടായാൽ നമ്മൾ അതിനെ അബ്നോർമലായിട്ട് വിശേഷിപ്പിക്കും. അതിൽ ക്രമരഹിതമായ ഒരേ മാസം 2 പ്രാവശ്യം വരുന്ന രീതിയിൽ മോർ ഫ്രീക്വൻ്റ് ആയിട്ടുള്ളതാകാം, അല്ലെങ്കിൽ അളവ് കൂടുതൽ ദിവസം നീണ്ടു നിൽക്കുന്ന ഡ്യൂറേഷൻ്റെ ആകാം, അതല്ലെങ്കിൽ ക്രമരഹിതമായ റെഗുലാരിറ്റിയിൽ അല്ലാതെ വരുന്ന തരം അല്ലാതെ വരുന്ന ബ്ലീഡിങ്, അല്ലെങ്കിൽ അതിന്റെ വോളിയം അത്രയ്ക്കേറെ കൂടുതലാണ് ഒരു സ്ത്രീയുടെ റുട്ടീൻ ഡെയിലി ഫങ്ഷനിങ്ങിനെ അത് അഫക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ബ്ലീഡിംഗ് ആണെങ്കിലും നമ്മൾ അതിനെ അബ്നോർമൽ യൂട്രൈൻ ബ്ലീഡിംഗ് എന്ന് വിശേഷിപ്പിക്കും. അതിൽ അക്യൂട്ടായിട്ട് പെട്ടെന്ന് നമുക്കത് കുറയ്ക്കാൻ വേണ്ടി വരുന്ന അക്യൂട്ട് ഇന്റർവെൻഷൻ വേണ്ടി വരുന്ന ബ്ലീഡിങ്ങിനെയാണ് അക്യൂട്ട് AUB എന്ന് പറയുന്നതും. ക്രോണിക്, അത് കുറെ കഴിഞ്ഞ 6 മാസങ്ങളായിട്ട് ഈ 4 പാരാമീറ്ററിൽ ചെറിയ രീതിയിലുള്ള വ്യതിയാനങ്ങളിൽ കൂടെ കടന്നു പോകുന്ന പല പേഷ്യൻസ് ഉണ്ട്. അവരെയാണ് നമ്മൾ ക്രോണിക് ആയിട്ടുള്ള അബ്നോർമൽ യൂട്രൈൻ ബ്ലീഡിംഗ് എന്ന് വിശേഷിപ്പിക്കുന്നത്. അല്ല, അപ്പോൾ ഞാൻ ചോദിക്കാൻ ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ നമ്മൾ അബ്നോർമൽ ഇങ്ങനെയാണെന്ന് പറഞ്ഞു. അപ്പോൾ ഒരു ലേഡി, ഒരു സ്ത്രീയെ സംബന്ധിച്ചോളം ആർത്തവ ചക്രം അവർക്കൊരു പ്രായം തൊട്ട് ഒരു പ്രായം വരെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇതിൽ എപ്പോഴാണ്, ഇല്ലെങ്കിൽ ആദ്യം തന്നെ നമുക്ക് എന്താണ് നോർമൽ, എന്താണ് ഈ ആർത്തവ ചക്രം എന്ന് പറഞ്ഞിട്ട് തുടങ്ങാം? സോ മെൻസ്ട്രൽ സൈക്കിൾ എന്ന് പറയുന്നത് നമുക്ക് ഒരു ഹൈപ്പോതലാമോ പിറ്റ്യൂട്ടറി ഓവേരിയൻ ആക്സിസ് ഉണ്ട്. നമ്മുടെ ബ്രെയിനിൽ നിന്നുള്ള ഹോർമോൺ ഓവറിയിലുള്ള ഹോർമോൺ മേലെ ആക്ട് ചെയ്ത് അതിൻ്റെ ഒരു വിഡ്രോയൽ വരുമ്പോൾ യൂട്രസിന് ലൈനിങ് ഷെഡ് ആവുന്നതാണ് ആക്ച്വലി ഒരു മെൻസ്ട്രൽ പീരിയഡ്സ്. അതല്ലാതെ യൂട്രസിൽ നിന്നുള്ള ബ്ലീഡിംഗ് എന്ന് വിശേഷിപ്പിക്കുന്നതിനെക്കാട്ടിലും കൂടുതൽ ഇറ്റ്സ് എൻ എൻഡോക്രൈൻ, ഒരു ബ്രെയിനിൽ നിന്നുള്ള ഹോർമോണിന്റെ ഇഫക്റ്റ്, ഓവറിയിലുള്ള ഹോർമോണിന്റെ ഇഫക്റ്റ് അൾട്ടിമേറ്റ്ലി യൂട്രൈൻ ലൈനിങ് മേലെ ആക്ട് ചെയ്തുണ്ടാക്കുന്നതാണ് ഒരു മെൻസ്ട്രൽ പീരിയഡ്. നോർമൽ ഒരു സ്ത്രീക്ക് നോർമലി നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഒരു മെൻസ്ട്രൽ സൈക്കിൾ ഇറ്റ് സ്റ്റാർട്ട്സ് അറ്റ് മെനാർക്കി. ഫസ്റ്റ് ടൈം പീരിയഡ്സ് വരുന്ന ഒരു ഏജിനെയാണ് നമ്മൾ മെനാർക്കി എന്ന് വിശേഷിപ്പിക്കുന്നത്. അതുമുതൽ മാസമുറ നിൽക്കുന്ന ഒരു പ്രായം, അതിനെയാണ് നമ്മൾ മെനപ്പോസ് എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പോൾ ഫ്രം മെനാർക്കി ടു മെനപ്പോസ് ആണ് ഒരു സ്ത്രീക്ക് ഒരു നോർമൽ മെൻസ്ട്രൽ പീരിയഡ് ആയിട്ട് വന്നുകൊണ്ടിരിക്കുന്ന കാലഘട്ടം. 13 to 15. അറൗണ്ട് 11 ഇയേഴ്സിൽ പീരീഡ് തുടങ്ങാം ആരംഭിച്ചിട്ട്. അത് 10 to 11 ഇയേഴ്സിൽ ഇപ്പോൾ പല കുട്ടികൾക്കും ആരംഭിക്കാറുണ്ട്. ആവറേജ് ഏജ് ഓഫ് മെനപ്പോസ് ബിറ്റ്വീൻ 47 to 50 ആണ്. ഏകദേശം ഈ ടൈമിലുള്ളതാണ് നമ്മൾ നോർമൽ ഒരു മെൻസ്ട്രൽ പീരീഡ് ആയിട്ട് വിശേഷിപ്പിക്കുന്നത്. നൗ നോർമലി ഇത് എത്ര ഡ്യൂറേഷനിൽ നിൽക്കണം, എത്ര ക്രമമായിട്ട് വരണം എന്നുള്ളതിന് ക്ലിയർ കട്ട് ഡെഫിനിഷൻസ് ഇപ്പം നമ്മുടെ ലേറ്റസ്റ്റ് ഫീഗോ ക്ലാസിഫിക്കേഷനിൽ കൊടുത്തിട്ടുണ്ട്. അല്ലെങ്കിൽ പല ടെർമിനോളജീസ് പലവരും പല രീതിയിൽ അതിനെ വിശേഷിപ്പിച്ചുകൊണ്ടിരുന്ന ഒരു ടൈം ഉണ്ടായിരുന്നു. സോ അതിനൊരു സ്റ്റാൻഡർഡൈസേഷൻ വന്നതിൽ നമ്മൾ ഫ്രീക്വൻസി പറഞ്ഞാൽ 24 ഡേയ്സിന് മുന്നുണ്ടാവുന്നതോ 38 ഡേയ്സ് കഴിഞ്ഞുണ്ടാകുന്നതോ ആണ് ഇറഗുലർ, അല്ലെങ്കിൽ ഫ്രീക്വൻസി മോർ ഫ്രീക്വന്റ് ഓർ ലെസ് ഫ്രീക്വന്റ് എന്ന് നമ്മൾ വിശേഷിപ്പിക്കുന്നത്. എന്ന് പറഞ്ഞാൽ 24 ദിവസം മുതൽ 38 ദിവസം വരെ ആ ഒരു ചേഞ്ച് ഇസ് നോർമൽ. ഫൈൻ.
നമ്മൾ എല്ലാ മാസവും നമുക്ക് എല്ലാവർക്കും 28 ഡേയ്സിൽ വരണം എന്ന് പറയാൻ പറ്റില്ലല്ലോ. സോ വാട്ട് ഇസ് നോർമൽ ഇസ് എനിത്തിങ് ബിറ്റ്വീൻ കഴിഞ്ഞ പീരിയഡ്സിന് 24 ഡേയ്സിനുള്ളിലും കഴിഞ്ഞ പീരിയഡ്സിന് 38 ഡേയ്സിനുള്ളിലും ഉള്ളത് ഇസ് നോർമൽ. എനിത്തിങ് ലെസ് ദാൻ 24 ഡേയ്സ് ഓർ ഹാപ്പൻസ് മോർ ദാൻ 38 ഡേയ്സ് 38 ദിവസം കഴിഞ്ഞാണ് പീരീഡ് വരുന്നെങ്കിൽ അത് ഇൻഫ്രീക്വന്റ് ആണ്. 24 ദിവസത്തിനുള്ളിലാണ് പീരീഡ് വരുന്നെങ്കിൽ എഗെയിൻ ഇൻഫ്രീക്വന്റ് ആണ്. സോ ദാറ്റ്സ് അബൌട്ട് ഫ്രീക്വൻസി. രണ്ടാമത്തെ കാര്യം ഡ്യൂറേഷൻ ആയിരുന്നു നമ്മൾ പറഞ്ഞത്, എത്ര ദിവസം നീണ്ടു നിൽക്കുന്നു എന്നുള്ളത്. അത് 8 ദിവസത്തിന് മേളിൽ നീണ്ടു നിന്നാൽ നമ്മൾ അതിനെ അബ്നോർമൽ എന്ന് വിശേഷിപ്പിക്കുന്നു. ദെൻ കംസ് ദി റെഗുലാരിറ്റി, എത്ര ക്രമമായിട്ട് വരുന്നു എന്നുള്ളത്. അത് നമുക്ക് 8 to 10 ഡേയ്സ് ഇറഗുലർ, ആ ഗ്യാപ്പിനെക്കാട്ടിലും കൂടുതൽ ക്രമം തെറ്റിയാ വരുന്നെങ്കിൽ എഗെയിൻ ഇറ്റ് ഇസ് ഇറഗുലർ. പിന്നെ വോളിയം, ഇതിനെല്ലാം സ്റ്റാൻഡേർഡ് ഒരു നമ്പർ ഇട്ടിട്ടുണ്ടെങ്കിലും വോളിയത്തിന് മാത്രം ദ പേഷ്യന്റ് ഇസ് ദ ഡിസൈഡർ അബൌട്ട് ദ വോളിയം. പേഷ്യന്റിനെ അത് ക്വാളിറ്റി ഓഫ് ലൈഫിനെ ബാധിക്കുന്ന രീതിയിൽ, വർക്കിനെ ബാധിക്കുന്ന രീതിയിൽ, മാനസികമായിട്ട് ബാധിക്കുന്ന രീതിയിലുള്ള വോളിയം ഉണ്ടെങ്കിൽ ദാറ്റ് ക്യാൻ ബി കൺസിഡർഡ് അബ്നോർമൽ. സോ വി റെസ്പെക്ട് ദ പേഷ്യന്റ്സ് outcome whenever we talk about volume. അല്ല, ഇപ്പൊ യൂഷ്വലി പണ്ടൊക്കെ പറഞ്ഞിരുന്നു നമ്മൾ യൂഷ്വലി പാഡ് ആണ് ഉപയോഗിച്ചത്, അപ്പൊ ഒരു 3 to 4 പാഡ്സിന് ഡേ നോർമൽ ആണ്, അതിൽ കൂടുതലാണെങ്കിലാണ്. അപ്പൊ അതിലും ലൈക്ക് ചിലർക്ക് തോന്നാം എനിക്കിന്ന് കൂടുതൽ ബ്ലീഡിംഗ് ഉണ്ട്, അങ്ങനെയാണോ? സോ പേഷ്യന്റിന് ദൈനംദിന റുട്ടീൻ വർക്കിനെ ബാധിക്കുന്ന രീതിയിലുള്ള ബ്ലീഡിംഗ് ഉണ്ടെങ്കിൽ the volume is more and you should try to find out എന്താണ് അതിന്റെ കോസ് and try to address her concern. അതാണ് നമ്മൾ ചെയ്യേണ്ടത്. ബിക്കോസ് ഒരു പേഷ്യന്റിന് ഉള്ള ഒരു വോളിയം ലോസ് ആയിരിക്കത്തില്ല മറ്റേ പേഷ്യന്റിന് ഉള്ള വോളിയം ലോസിന്റെ ഗ്രാവിറ്റി. We cannot just judge by the number of pads or number of menstrual cup. Menstrual cup വന്നപ്പോൾ കുറച്ചുകൂടെ നമുക്ക് വോളിയം ജഡ്ജ്മെന്റ് ബെറ്റർ ആയി. But when pads were being used, we cannot actually definitely use that as a parameter to define it. അപ്പോൾ basically anything that is affecting the woman's daily routine work and anything that has a duration, നമുക്ക് കൂടുതൽ 8 ദിവസത്തിന് മേളിൽ നിൽക്കുകയോ 24 ദിവസത്തിന് മുൻപ് വരികയോ 38 ദിവസം കഴിഞ്ഞ് വരികയോ ചെയ്താൽ that should be considered abnormal and അതിന്റെ റീസൺ നമ്മൾ അന്വേഷിക്കണം. I would like to ഒരു കാര്യം കൂടി ഡൗട്ട്, ഇപ്പൊ 8 ദിവസം വരെ നോർമൽ ആണെന്ന് പറഞ്ഞു. 8 ദിവസം തന്നെ ഇപ്പൊ ചില ആൾക്കാർ പറയും 3 ഡേയ്സ് നല്ല ഫ്ലോ ഉണ്ടായിരുന്നു, പിന്നെ 2 ദിവസം ജസ്റ്റ് സ്പോട്ടിങ് പോലെ ജസ്റ്റ് കാണുന്നുണ്ടായിരുന്നു, പിന്നെ കുറച്ച് ദിവസം കഴിഞ്ഞ് വീണ്ടും ചെറുതായിട്ട് കാണുന്നു എന്ന് പറയും. ഇപ്പൊ ഈ ചെറുതായിട്ട് കാണല് എന്ന് പറയുന്നത് ജസ്റ്റ് സ്റ്റെയിനിങ് ആണെങ്കിലും അതും നമ്മൾ കൺസിഡർ ചെയ്യുന്ന ഹൗസ് ഇല്ല, പ്രോപ്പർ ആയിട്ടുള്ള ഒരു ഫ്ലോ നോർമൽ നമുക്ക് ഒരു 3rd ഡേ വരെയുള്ള ഫ്ലോ 8 ഡേയ്സിന് മേളിൽ നിൽക്കുവാണെങ്കിൽ we should consider it abnormal. ചെറിയ സ്പോട്ടിംഗ് ആയിട്ട് ലാസ്റ്റിൽ പല പേഷ്യൻസിനും ലാസ്റ്റ് 3-4 ഡേയ്സ് ചെറിയ സ്പോട്ടിംഗ് ആയിട്ട് പാഡ് പോലും വെക്കേണ്ട ആവശ്യം വരാത്ത രീതിയിൽ പോകുന്ന പേഷ്യൻസിന് അതൊരു അബ്നോർമാലിറ്റി ആയിട്ട് കൺസിഡർ ചെയ്യേണ്ടത്. Even if it lasts more than 8 days. But most of the patients, if they have a normal cycles, it should be over by the 8th day. Sure. പിന്നെ നെക്സ്റ്റ് തിങ്, ഇപ്പൊ മാഡം പറഞ്ഞു അബ്നോർമൽ ബ്ലീഡിങ്സ് ഉണ്ടാവാം, ഇങ്ങനെ വരാം. എന്താണ് അതിന്റെ കാരണങ്ങൾ? ഈച്ച് ഏജ് ഗ്രൂപ്പിൽ അതിന് ഡിഫറെന്റ് റീസൺസ് ആണ്. അപ്പൊ നമ്മൾ ഓരോ ഏജ് ഗ്രൂപ്പിൽ വെച്ച് സംസാരിക്കുകയാണെങ്കിൽ കുറച്ചുകൂടെ ക്ലാരിറ്റിയിൽ ഐ തിങ്ക് എവറിബഡി വിൽ ബി ഏബിൾ ടു അണ്ടർസ്റ്റാൻഡ്. അഡോളസെന്റ് അല്ലെങ്കിൽ ടീനേജ് ഏജ് ഗ്രൂപ്പിലുള്ള റീസൺസ് വേറെയാണ്. റീപ്രൊഡക്റ്റീവ് അല്ലെങ്കിൽ റീപ്രൊഡക്റ്റീവ് ആയിട്ടുള്ള ഒരു ഏജ് ഗ്രൂപ്പിലുള്ളവർക്ക് വേറെയാണ്. മാസമുറ നിൽക്കാൻ അടുക്കുന്ന 40 വയസ്സ് മിഡ് ലൈഫിലുള്ള കോസസ് വേറെയാണ്. മാസമുറ നിന്നതിന് ശേഷം ഉണ്ടാവുന്ന കോസസ് വേറെയാണ്. ബട്ട് ഒരു ജനറൽ ഒരു കാറ്റഗറിയിൽ നമ്മൾ പറഞ്ഞാൽ അതിനെ നമ്മൾ പാം കോയിൻ എന്നാണ് നമ്മൾ പറയുന്നത്. എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 4 എണ്ണം ആക്ച്വലി യൂട്രസിന്റെ സ്ട്രക്ചറൽ പ്രശ്നങ്ങൾ കാരണം അല്ലെങ്കിൽ അതിലുണ്ടാവുന്ന മുഴകളോ പ്രശ്നങ്ങളോ കാരണം വരുന്ന ബ്ലീഡിംഗ് ആണ് ആദ്യത്തെ 4 കോസസ്. പിന്നത്തെ 5 കോസസ് ഈ സ്ട്രക്ചറൽ ആയിട്ട് ഒരു ബന്ധവുമില്ല, മെയിൻലി ഹോർമോണൽ അല്ലെങ്കിൽ മെഡിക്കേഷൻ അല്ലെങ്കിൽ വേറെ അസുഖങ്ങൾ കാരണം വരുന്ന ബ്ലീഡിംഗ് ആണ്. സോ രണ്ടിന്റെയും ട്രീറ്റ്മെന്റ് രീതികളും രണ്ടിന്റെയും അപ്രോച്ചും ടോട്ടലി ഡിഫറെന്റ് ആണ്. സോ ആ പാം എന്ന് പറയുന്ന 4 യൂട്രസിന്റെ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ, ഫസ്റ്റ് യൂട്രസിന്റെ അകത്ത് വളരുന്ന ദശ, അതിനെയാണ് നമ്മൾ പോളിപ്പ് എന്ന് വിശേഷിപ്പിക്കുക. യൂട്രസിൽ വരുന്ന മുഴകൾ, അതാണ് നമ്മൾ, അല്ലെങ്കിൽ യൂട്രസിന്റെ ഭിത്തിക്ക് കട്ടി കൂടുന്ന പ്രശ്നങ്ങൾ, അതിനെയാണ് നമ്മൾ അഡിനോമയോസിസ് എന്ന് വിശേഷിപ്പിക്കുന്നത്. പിന്നെ വരുന്നതാണ് യൂട്രസിൽ വരുന്ന മുഴകൾ. അത് യൂട്രസിന്റെ ഉള്ളറയിലാകാം, ഭിത്തിയിലാകാം, പുറമേ ആകാം, അല്ലാത്ത പല സ്ഥലങ്ങളിലായിട്ടുള്ള സെർവിക്സിലാകാം, ബ്രോഡ് ലിഗമെന്റ് എന്ന് പറഞ്ഞ സൈഡിലാകാം. ഇങ്ങനത്തെ പല സൈഡിലായിട്ട് വരുന്ന മുഴകൾ, അതാണ് ഫൈബ്രോയിഡ് അല്ലെങ്കിൽ ലിയോമയോമ എന്ന് പറയുന്നത്. പിന്നത്തെ 4ാമത്തെ പ്രശ്നമാണ് യൂട്രസിന്റെ അകത്ത് വരുന്ന ക്യാൻസറുകൾ.
സോ ഈ 4 എണ്ണമാണ് ആക്ച്വലി യൂട്രസിൽ സ്ട്രക്ചറൽ ആയിട്ട് പ്രശ്നങ്ങളായിട്ട് ഉള്ള പ്രശ്നങ്ങൾ. പിന്നെ ഉള്ളതാണ് കോയിൻ, അതിനെ COIN എന്ന് പറയുന്നത്. അതിൽ ഏറ്റവും ഫസ്റ്റ് കോമണസ്റ്റ് ബ്ലഡിൽ വരുന്ന അബ്നോർമാലിറ്റീസ്. അതിൽ നമുക്ക് പല രീതിയിലുള്ള ബ്ലഡിലെ ക്ലോട്ടിങ് അബ്നോർമാലിറ്റീസ് വരാം. ബ്ലഡ് ക്ലോട്ട് ചെയ്യാതിരുന്ന ആ ബ്ലീഡിങ് നിൽക്കത്തില്ല. സോ അതിൽ കോയിഗുലേഷൻ ആയിട്ട് വരുന്ന ഫാമിലി ഹിസ്റ്ററി ഉള്ള അല്ലെങ്കിൽ ജന്മനാൽ നമ്മൾക്ക് പ്ലേറ്റ്ലെറ്റ് കുറവുള്ള ആളാകാം, ബ്ലീഡിങ് ഫാക്ടേഴ്സ് കുറവുള്ള ആളാകാം. സോ ഇങ്ങനത്തെ പ്രശ്നങ്ങളെല്ലാം വരുന്നവർക്ക് ബ്ലീഡിങ്ങിന്റെ പ്രശ്നം ഉണ്ടാവും. രണ്ടാമത്തെ കാര്യം ഓവുലേഷൻ അബ്നോർമാലിറ്റീസ്. അതാണ് ഏറ്റവും കോമണസ്റ്റ് അല്ലേ. നമ്മൾ എല്ലാവരും പറയില്ല ഹോർമോണൽ കാരണം കൊണ്ട് നമുക്ക് ബ്ലീഡിങ്ങിന്റെ പ്രശ്നമുണ്ട് ഡോക്ടറെ, അതെന്താ റീസൺ എന്ന് അറിയുന്നില്ല. സോ അതിൽ PCOD ആകാം, തൈറോയിഡിന്റെ അബ്നോർമാലിറ്റീസ് ആകാം, സ്ട്രെസ് ആകാം, നമ്മൾ ഓവർ ഈറ്റ് ചെയ്യുമ്പോൾ വണ്ണം വെക്കുന്നതുകൊണ്ടാകാം, നമ്മൾ ബിഞ്ച് ഈറ്റ് ചെയ്യുന്നതുകൊണ്ടാകാം, പെട്ടെന്ന് നമ്മുടെ വെയിറ്റ് ലോസ് കൊണ്ടാകാം. സോ ഓൾ ദോസ് തിങ്സ് നമ്മുടെ എവിടെയാണ് എഫക്ട് ചെയ്യുന്നത്? നമ്മുടെ ബ്രെയിൻ ഹോർമോൺ. സോ ബ്രെയിൻ ഹോർമോൺ അൾട്ടിമേറ്റ്ലി ഓവറി ഹോർമോൺ കൺട്രോൾ ചെയ്യും. അപ്പോൾ അൾട്ടിമേറ്റ്ലി എനിത്തിങ് ദാറ്റ് കോസസ് ദീസ് അബ്നോർമാലിറ്റീസ്, അതിൽ മെയിൻ കോസ് PCOD ആണ് ഇന്നത്തെ കാലത്ത്. പിന്നെ തൈറോയിഡിന്റെ അബ്നോർമാലിറ്റീസ്, ഇതെല്ലാം ഓവുലേറ്ററി കോസ് ആക്കിയിട്ട് ബ്ലീഡിങ് ഉണ്ടാക്കാം. അതാണ് ഏറ്റവും കോമണസ്റ്റ് നമ്മുടെ സ്ത്രീകളിൽ കാണുന്നത്. പിന്നെ ഉള്ളതാണ് മെഡിക്കേഷൻസ് കാരണം, ഹൈഡ്രോജനിക് അല്ലേ. നമ്മൾ ചിലപ്പോൾ കോപ്പർട്ടി ഇട്ടു, അല്ല ഹോർമോൺസിന്റെ മെഡിക്കേഷൻ എടുത്തു. കോമൺ ആയിട്ട് ഇപ്പൊ യൂസ് ചെയ്യുന്നത് എമർജൻസി കോൺട്രസെപ്ഷൻ. പെട്ടെന്ന് പോയി ഒരു IPL മേടിച്ച് കഴിച്ചു, അല്ലെങ്കിൽ നമ്മൾ ബ്ലഡ് ക്ലോട്ട് ചെയ്യാതിരിക്കാനായിട്ടുള്ള മെഡിസിൻസ് എടുക്കുന്നു പ്രായമുള്ളവർ. അപ്പോൾ അവർക്കൊക്കെ ഈ മെഡിക്കേഷൻ കാരണം അബ്നോർമൽ യൂട്രൈൻ ബ്ലീഡിങ് ഉണ്ടാവാം. പിന്നെ ഇതൊന്നുമില്ലാതെ യൂട്രസിന്റെ ലൈനിങ്ങിന് മാത്രം ഇൻഫെക്ഷൻ അല്ലെങ്കിൽ ഇൻഫ്ലമേഷൻ, എന്തെങ്കിലും വജനയിൽ കൂടെ വരുന്ന ഇൻഫെക്ഷൻ ആകാം, അത് കാരണം വരുന്ന അതാണ് എൻഡോമെട്രിയൽ കോസസ്. പിന്നെ ഇതൊന്നുമില്ലാതെ നമുക്ക് അറിയാൻ പാടില്ലാത്ത ചില കോസസിനെയാണ് ലാസ്റ്റത്തെ കാറ്റഗറിയിൽ ഇടുന്നത്. അങ്ങനെയുള്ളപ്പോൾ ചിലപ്പോൾ യൂട്രസിന്റെ അകത്ത് വരുന്ന റെയർ ആയിട്ട് വരുന്ന രക്തധമനികൾ തമ്മിൽ ചേരുന്നതാകാം, അല്ലെങ്കിൽ സിസേറിയനുള്ള പേഷ്യൻസിന് ചിലപ്പോൾ ആ ഭിത്തിയിൽ വരുന്ന ഒരു വിടവ് കാരണം വരാം. അതൊക്കെ റെയർ ആയിട്ടുള്ള കോസസ് ആണ്. ഏറ്റവും കോമണസ്റ്റ് ഈ ആനോവുലേറ്ററി അല്ലെങ്കിൽ ഓവുലേഷന്റെ ബന്ധപ്പെട്ടിട്ടുള്ള ഹോർമോണൽ കോസസ് ആണ് ഏറ്റവും കോമണസ്റ്റ് വരുന്നത്. പിന്നെ നമുക്ക് ഓരോ ഏജ് ഗ്രൂപ്പിൽ മാഡം പറഞ്ഞല്ലോ ഓരോ ഏജ് ഗ്രൂപ്പിലും ഡിഫറെന്റ്. ഓക്കെ. അപ്പൊ ഞാൻ ചോദിക്കുന്നത് ഇപ്പോൾ ഒരു ലേഡിക്ക് ഇങ്ങനെ ഒരു അബ്നോർമൽ ബ്ലീഡിംഗ് ഉണ്ട്, അല്ലെങ്കിൽ എന്നെ അത് ബുദ്ധിമുട്ടിക്കുന്നു എന്ന് തോന്നുകയാണെങ്കിൽ ദ ഫസ്റ്റ് സ്റ്റെപ്പ്, ഇപ്പം ഒരു പ്രാവശ്യം വന്നു, ഷുഡ് ഷീ ബി വറീഡ്? Now let me tell you, ഒരു സ്ത്രീക്ക് ഞാൻ പറഞ്ഞു ഇപ്പൊ മെനാർക്കി മുതൽ മെനപ്പോസ് വരെയുള്ള ഒരു കാലഘട്ടത്തിൽ ഓൾമോസ്റ്റ് 1/3 ഓഫ് വിമൻ വിൽ എക്സ്പീരിയൻസ് സം കൈൻഡ് ഓഫ് അബ്നോർമൽ യൂട്രൈൻ ബ്ലീഡിംഗ്. ഓക്കെ, 3/1 സ്ത്രീകൾക്ക് തീർച്ചയായിട്ടും എനി ഓഫ് ദീസ് റീസൺസ് കാരണം ഒരു അബ്നോർമൽ യൂട്രൈൻ ബ്ലീഡിംഗ് ഉണ്ടാകാം. സോ ദ ഫസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ബട്ട് ഹു ആർ ദ വിമൻ ഹു ഹാവ് ടു ബി കെയർഫുൾ? ആദ്യത്തെ എപ്പിസോഡ് ആണെങ്കിലും ശ്രദ്ധിക്കേണ്ട ചില കാറ്റഗറി ഉണ്ട്. അതിൽ മാസമുറ നിന്നതിന് ശേഷം വരുന്ന ബ്ലീഡിംഗ് എപ്പോഴും ഒരു എപ്പിസോഡ് ആണെങ്കിലും ഡോക്ടറെ കണ്ടിരിക്കണം. ബിക്കോസ് ആ ഏജ് ഗ്രൂപ്പിൽ ഒരു നല്ലൊരു ശതമാനം പേഷ്യൻസിൽ യൂട്രസിന്റെ ക്യാൻസർ കാരണവും ബാക്കി റീസൺസ് കാരണവും ബ്ലീഡിംഗ് ഉണ്ടാവാനായിട്ടുള്ള സാധ്യതയുണ്ട്. സോ ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ നമ്മളത് കണ്ടുപിടിക്കണം. രണ്ടാമത്തെ ഗ്രൂപ്പാണ് നമ്മൾക്ക് ഫാമിലി ഹിസ്റ്ററി ക്യാൻസേഴ്സ് ഉള്ള പേഷ്യൻസ് ആണെങ്കിൽ തീർച്ചയായിട്ടും അബ്നോർമൽ യൂട്രൈൻ ബ്ലീഡിങ്ങിന്റെ ഫസ്റ്റ് എപ്പിസോഡിൽ തന്നെ കൺസൾട്ട് ചെയ്യണം. മൂന്നാമത്തെ ഗ്രൂപ്പ് ഹു ഹാവ് ഹൈ റിസ്ക് ഫാക്ടേഴ്സ് ഫോർ എൻഡോമെട്രിയൽ മെലിഗ്നൻസി. അതിൽ ഒബീസിറ്റി ആവാം, ഡയബറ്റിസ്, ഹൈപ്പർ ടെൻഷൻ, തൈറോയിഡിന്റെ അബ്നോർമാലിറ്റി ഉള്ളത്, ഫാമിലി ഹിസ്റ്ററി ഉള്ളവർ, അല്ലെങ്കിൽ പെർസിസ്റ്റന്റ് ആയിട്ടുള്ള ബ്ലീഡിംഗ് ഉള്ളവർ, സിൻസ് മെനാർക്കി മുതൽ പ്രശ്നങ്ങളുള്ളവർ, അങ്ങനത്തെയുള്ള പേഷ്യൻസ് ആണെങ്കിലും നമ്മൾ കൺസൾട്ട് ചെയ്തിരിക്കണം. അതർവൈസ് ഫോർ ദ ഫസ്റ്റ് എപ്പിസോഡ് യു ക്യാൻ വെയിറ്റ്. യു ക്യാൻ സീ, ഞാൻ നേരത്തെ ഡിസ്ക്രൈബ് ചെയ്ത പോലെ ഫസ്റ്റ് എപ്പിസോഡിൽ നമ്മൾ അറ്റൻഡ് ചെയ്യേണ്ടത് അക്യൂട്ട് ആയിട്ടുള്ള ബ്ലീഡിംഗ് ആണെങ്കിൽ, അത് അത്രയ്ക്ക് ഹെവിയാണ്, പേഷ്യന്റിന്റെ HB-നെ തന്നെ കുറച്ചുവെങ്കിൽ നമ്മൾ അറ്റൻഡ് ചെയ്യണം. അതല്ലെങ്കിൽ 6 മാസമായിട്ട് ക്രോണിക് ആയിട്ട് ഇതേ ബ്ലീഡിങ്ങിന്റെ ഇഷ്യൂ പെർസിസ്റ്റ് ചെയ്യുന്ന പേഷ്യൻസിനെയാണ് ക്രോണിക് AUB എന്ന് വിശേഷിപ്പിക്കുകയും അങ്ങനത്തെ പേഷ്യൻസിനെ തീർച്ചയായിട്ടും നമ്മൾ കൺസൾട്ട് ചെയ്യുകയും ചെയ്യണം. മോർ കോമൺലി അഡോളസെന്റ് ഏജ് ഗ്രൂപ്പിലുള്ള കുട്ടികൾക്ക് ഇറഗുലർ ആയിട്ടും അബ്നോർമൽ ആയിട്ടുള്ള യൂട്രൈൻ ബ്ലീഡിംഗ് ഉണ്ടാകും. അഡോളസെന്റ് ഏജ് ഗ്രൂപ്പിൽ നമ്മൾ ഒത്തിരി സ്ട്രെസ്ഡ് അപ്പ് ആവേണ്ട ആവശ്യമില്ല. അത് ഹൈപ്പോതലാമോ, ഞാൻ പറഞ്ഞ പോലെ ബ്രെയിനിന്റെ ഹോർമോൺ ഓവറിയുടെ ഹോർമോണിനെ ആക്ട് ചെയ്യുന്ന ആ പാത്ത് വേക്ക് ഒരു പക്വത വരാൻ കുറച്ച് സമയം എടുക്കും. ഇറ്റ് ഹാസ് ടു മെച്യൂർ അല്ലേ. ആ മെച്യൂരിറ്റിക്ക് എടുക്കുന്ന സമയം കൊണ്ടാണ് ആ ഒരു ഇറഗുലാരിറ്റി ഉള്ളത്. സോ റീഅഷ്യൂറൻസും അയൺ സപ്ലിമെന്റേഷനും മതിയാവും. പക്ഷെ റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിൽ എപ്പോഴും തിങ്ക് അബൌട്ട് പ്രഗ്നൻസി.
എവറി ടൈം യു ഹാവ് ടു റൂൾ ഔട്ട് പ്രഗ്നൻസി റിലേറ്റഡ് അബ്നോർമൽ യൂട്രൈൻ ബ്ലീഡിംഗ് ആണോ എന്ന് എപ്പോഴും നമ്മൾ ചിന്തിച്ചിരിക്കണം. ഓക്കെ. അത് കഴിഞ്ഞിട്ടുള്ള ഏജ് ഗ്രൂപ്പിൽ, അതായത് മിഡ് ലൈഫ് വരുമ്പോൾ എപ്പോഴും നമ്മൾ തീർച്ചയായിട്ടും ഇൻ ദാറ്റ് ഏജ് ഗ്രൂപ്പ് മോർ നമ്മൾ തിങ്ക് ചെയ്യണം, എന്തെങ്കിലും സ്ട്രക്ചറൽ അബ്നോർമാലിറ്റീസ് ഉണ്ടോ, ദശ പോലെ ഉണ്ടോ, മുഴയുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടി കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട ഒരു ഏജ് ഗ്രൂപ്പാണ് മിഡ് ലൈഫ്. 40 വയസ്സ് മുതൽ 50 വയസ്സുള്ള ഒരു ഏജ് ഗ്രൂപ്പിൽ തീർച്ചയായിട്ടും ഒരു എപ്പിസോഡ് ഉണ്ട്, 1-2 എപ്പിസോഡ് ആകുമ്പോൾ തന്നെ ബെറ്റർ ടു കൺസൾട്ട് സോ ദാറ്റ് വി ക്യാൻ ടേക്ക് എൻ ഇനീഷ്യൽ സ്റ്റെപ്പ്. ഇപ്പം മെജോറിറ്റി ഓഫ് ദ പ്രോബ്ലംസിന് നമുക്ക് മെഡിക്കൽ മാനേജ്മെന്റിലൂടെ തന്നെ ട്രീറ്റ് ചെയ്യാം. ഐ വാസ് കമ്മിങ് ടു ദാറ്റ്. ഇപ്പം നമ്മൾ മാഡം പറഞ്ഞ പോലെ പല ഏജ് ഗ്രൂപ്പിൽ പല കോസസ് ആയിരിക്കും. ഇപ്പം നമ്മൾ കോസ് കണ്ടുപിടിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വാട്ട് ഇസ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്, ഹൗ ക്യാൻ യു മാനേജ്? ഇപ്പം നമ്മൾ അഡോളസെന്റ് ഏജ് ഗ്രൂപ്പ് എടുക്കുകയാണെങ്കിൽ, അഡോളസെന്റ് ഏജ് ഗ്രൂപ്പിൽ ഞാൻ പറഞ്ഞ പോലെ കോമണസ്റ്റ് കോസ് ഈ ഹോർമോണൽ അല്ലെങ്കിൽ ആനോവുലേറ്ററി AUBO എന്ന് പറയുന്ന ഗ്രൂപ്പിൽപ്പെട്ട കുഞ്ഞുങ്ങളാണ്. അപ്പോൾ അവരിൽ നമ്മൾ പ്രധാനമായിട്ട് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ, ഡയറ്റ്, എക്സസൈസ്, PCOയ്ക്ക് വേണ്ടിയുള്ള ട്രീറ്റ്മെന്റ്, ദെൻ തൈറോയിഡ് ഉണ്ടോ എന്നുള്ളത് നോക്കിയിട്ട് തൈറോയിഡിനുള്ള ട്രീറ്റ്മെന്റ്, അങ്ങനത്തെ ബാക്കി കറക്ഷൻസ് ആണ് നമ്മൾ അവിടെ ചെയ്യേണ്ടത്. മെയിൻലി അബൌട്ട് ദെയർ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ്. സെക്കൻഡ് ഇമ്പോർട്ടൻറ്റ് തിങ്, ആ ഏജ് ഗ്രൂപ്പിലായിരിക്കും ചിലപ്പോൾ നമുക്ക് ഗിവിംഗ് അസ് ദ ഫസ്റ്റ് ഹിന്റ് എന്തെങ്കിലും അബ്നോർമൽ കോയിഗുലേഷൻ പ്രോബ്ലം ഉള്ള കുഞ്ഞാണോ എന്ന്. മെനാർക്കി വരുമ്പോഴായിരിക്കും നമുക്ക് ആദ്യത്തെ സൈൻ തരുന്നത്. സോ കോയിഗുലേഷൻ കാര്യങ്ങൾക്ക് വേണ്ടി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ക്ലിയർ അപ്പ് ചെയ്യണം. അത് കഴിഞ്ഞാൽ ജസ്റ്റ് അയൺ സപ്ലിമെന്റേഷൻ ആൻഡ് സപ്പോർട്ടീവ് ട്രീറ്റ്മെന്റ് ഇൻ ദ സെൻസ് കി എന്താ പറയുക, ലൈഫ് സ്റ്റൈലിൻ്റെ ചേഞ്ചസും ബാക്കിയുള്ള കാര്യങ്ങളാണ് ആ ഏജ് ഗ്രൂപ്പിലെ ട്രീറ്റ്മെന്റ് പ്രൊഫൈൽ, മെയിൻ ട്രീറ്റ്മെന്റ് പ്രൊഫൈൽ. പിന്നെ ഉള്ളത് റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പാണ്. റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിലും കോമൺ ആയിട്ട് പ്രഗ്നൻസി റിലേറ്റഡ് റൂൾ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഈ ആനോവുലേഷൻ തന്നെയാണ് കോമൺ കോസ്. അപ്പോൾ അവർക്ക് ഇതേ ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻ്റെ കൂടെ നമ്മൾക്ക് വേണമെങ്കിൽ ഹോർമോണൽ ട്രീറ്റ്മെന്റ് കൊടുക്കാം. അത് എന്ത് തരം ഹോർമോണൽ അബ്നോർമാലിറ്റി ആണ് ഡിറ്റക്ട് ചെയ്തിട്ട് വേണം അതനുസരിച്ചുള്ള മെഡിക്കേഷൻ കൊടുക്കാൻ. ആൻഡ് ഹോർമോണൽ മെഡിക്കേഷൻ യൂഷ്വലി വി ഡു നോട്ട് ഗിവ് ഫോർ എ ലോങ് ടൈം. അത് ആ ഒരു എപ്പിസോഡിനെ കൺട്രോൾ ചെയ്തിട്ട് അതിൻ്റെ റീസണെ കണ്ടുപിടിച്ച് അത് കൺട്രോൾ ചെയ്തതിന് ശേഷം അത് നിർത്തി ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷനിലൂടെ പോകുവാൻ തന്നെയാണ് നമ്മൾ എൻകറേജ് ചെയ്യുക. പിന്നെ ഉള്ള കോമണസ്റ്റ് ആയിട്ട് നമ്മൾ റുട്ടീൻ ഓറൽ ടാബ്ലറ്റ്സ്, അത് ബ്ലീഡിങ് നിൽക്കാനുള്ള ടാബ്ലറ്റ്സ് ആവാം, ഹോർമോണൽ മെഡിക്കേഷൻസ് ആവാം. അതും കഴിഞ്ഞിട്ട് നമ്മൾ കൺസിഡർ ചെയ്യുന്ന അല്ലെങ്കിൽ അതിനോടൊപ്പം കൺസിഡർ ചെയ്യേണ്ടതാണ് യൂട്രസിൻ്റെ അകത്ത് നിക്ഷേപിക്കുന്ന പ്രൊജസ്ട്രോൺ റിലീസ് ചെയ്യുന്ന ഇൻട്രായൂട്രൈൻ ഡിവൈസ്. സോ അത് ഇറ്റ് ഹാസ് ദി ആഡഡ് അഡ്വാൻറ്റേജ്. അതൊരു കോൺട്രാസെപ്റ്റീവ് ആയിട്ടും എഫക്റ്റീവ് ആണ്, ബ്ലീഡിങ്ങിന്റെ അളവ് കുറയ്ക്കാനും എഫക്റ്റീവ് ആണ്. സോ റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പിൽ ഫാമിലി കംപ്ലീറ്റഡ് ആയിട്ടുള്ള ഒരു പേഷ്യന്റ് ആണെങ്കിൽ, അല്ലെങ്കിൽ കുറച്ചൊരു കോൺട്രാസെപ്ഷനും കൂടെ ഉദ്ദേശിക്കുന്ന ഒരു പേഷ്യന്റ് ആണെങ്കിൽ, ഈ അബ്നോർമൽ യൂട്രൈൻ ബ്ലീഡിങ്, കുഞ്ഞു ഫൈബ്രോയിഡ്സ്, യൂട്രസിന്റെ ഭിത്തി കട്ടി കൂടുന്ന അഡിനോമയോസിസ്, യൂട്രസിന്റെ അകത്ത് വളരുന്ന ദശകൾ, ഇവർക്കെല്ലാം ഈ ഇൻട്രായൂട്രൈൻ ഡിവൈസ് വിത്ത് പ്രൊജസ്ട്രോൺ റിലീസ്, പ്രൊജസ്ട്രോൺ റിലീസ് ചെയ്യുന്ന ഇൻട്രായൂട്രൈൻ ഡിവൈസ് ഹെൽപ്പ് ചെയ്യും. അത് 5 വർഷം മുതൽ 7 വർഷം വരെ ഉള്ളിൽ കിടക്കുന്ന ഒരു ഇൻട്രായൂട്രൈൻ ഡിവൈസ് ആണ്. അത് ബ്ലീഡിങ് കുറയ്ക്കാനും പല പേഷ്യൻസിലും ബ്ലീഡിങ് തന്നെ ഇല്ലാതിരിക്കുവാനും സഹായിക്കും. സോ ദാറ്റ് ഇസ് എ കോമൺ ട്രീറ്റ്മെന്റ് ഇൻ ദ റീപ്രൊഡക്റ്റീവ് ഏജ് ഗ്രൂപ്പ്. പിന്നെ വരുന്നതാണ് മിഡ് ലൈഫ് അല്ലേ. മിഡ് ലൈഫ് 40 മുതൽ 50 വയസ്സ് വരെയുള്ള ഏജ് ഗ്രൂപ്പിൽ നമ്മൾ സ്ട്രക്ചറൽ റീസൺസ് തീർച്ചയായിട്ടും നോക്കിയിരിക്കണം. ഡെഫിനറ്റ്ലി പോളിപ്പ് ഉണ്ടോ, ദശയുണ്ടോ, ഭിത്തിക്ക് കട്ടി കൂടുന്ന പ്രതിഭാസമുണ്ടോ, മുഴകളുണ്ടോ, അതാണെങ്കിൽ അതനുസരിച്ചുള്ള സ്പെസിഫിക് ട്രീറ്റ്മെന്റ് ഡിപ്പെൻഡിങ് ഓൺ ദ സൈസ് ആൻഡ് നമ്പർ ആൻഡ് ഹെർ സിംറ്റംസ്, ഇതെല്ലാം കൂടെ ഒത്തുചേർന്നിട്ടായിരിക്കും നമ്മളൊരു ഡിസിഷൻ എടുക്കുക. ബട്ട് ഇൻ മെജോറിറ്റി ഓഫ് ദ ടൈംസ് വി മൈറ്റ് ബി ഏബിൾ ടു മാനേജ് വിത്ത് ദ മെഡിക്കൽ മാനേജ്മെന്റ് അൺലെസ് ഭയങ്കര ഹ്യൂജ് മുഴകളും ഹ്യൂജ് പ്രശ്നങ്ങളും ഇല്ലെങ്കിൽ. പിന്നെ ക്യാൻസർ റൂൾ ഔട്ട് ചെയ്യേണ്ട ഒരു ഏജ് ഗ്രൂപ്പാണ്. യൂട്രസിന്റെ ഭിത്തിക്ക് കട്ടി കൂടുന്ന പ്രതിഭാസം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ബയോപ്സി എടുത്ത് അതില്ലാന്ന് ഉറപ്പാക്കേണ്ട ഒരു ഏജ് ഗ്രൂപ്പാണ് മിഡ് ലൈഫ്. അതുവരെ നമ്മൾ ബയോപ്സിയുടെ റൂൾ അത്രയും നമ്മൾ സംസാരിച്ചിരുന്നില്ല. പക്ഷെ 40 വയസ്സിന് മേളിൽ തീർച്ചയായിട്ടും അൾട്രാസൗണ്ടിന്റെ കൂടെ ഈക്വലി ഇമ്പോർട്ടൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യേണ്ട ഒരു കാര്യമാണ് ബയോപ്സി എടുത്ത് നോക്കേണ്ടത്. ക്യാൻസർ പോലത്തെ ചേഞ്ചസ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി അതിന്റെ മാനേജ്മെന്റ് സർജറി തന്നെയാണ്. അതല്ല എങ്കിൽ എഗെയിൻ നമ്മൾ ബയോപ്സി എടുത്തിട്ട് വെറും ഹൈപ്പർപ്ലേസിയ, സിമ്പിൾ ഹൈപ്പർപ്ലേസിയ എന്നൊക്കെ വരുവാണെങ്കിൽ ഇതേ നമുക്ക് പ്രൊജസ്ട്രോൺ റിലീസ് ചെയ്യുന്ന ഇൻട്രായൂട്രൈൻ ഡിവൈസ് ഹെൽപ്പ് ചെയ്യും. പിന്നെ മെനപ്പോസ് കഴിഞ്ഞിട്ടുള്ള ഒരു ഏജ് ഗ്രൂപ്പിന്റെ കാര്യമാണ്. ആ ഏജ് ഗ്രൂപ്പിൽ
തീർച്ചയായിട്ടും മെലിഗ്നൻസി റൂൾ ഔട്ട് ഇസ് ദ ഫസ്റ്റ് ഫോർമോസ്റ്റ് നമ്മുടെ റെഡ് ഫ്ലാഗ് സൈൻ ആണ് അത്. നമുക്കത് അലാം തരുവാണ്, നമ്മൾ ശ്രദ്ധിക്കണമെന്ന്. അത് റൂൾ ഔട്ട് ചെയ്തിട്ട് വേണം എന്ത് കൺസർവേറ്റീവ് ട്രീറ്റ്മെന്റും എടുക്കാൻ. എന്ന് പറഞ്ഞാൽ യൂട്രസ് നിലനിർത്തിക്കൊണ്ടുള്ള ട്രീറ്റ്മെന്റ് കൊടുക്കുമ്പോൾ നമ്മൾ വളരെ കെയർഫുൾ ആയിരിക്കണം. നമ്മളൊരു ക്യാൻസറോ അല്ലെങ്കിൽ ക്യാൻസറിലേക്ക് രൂപാന്തരപ്പെടാൻ പറ്റുന്ന കോശങ്ങളോ നമ്മൾ മിസ് ചെയ്തിട്ടില്ല എന്ന്. സോ ഇപ്പൊ ആക്ച്വലി മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മുടെ ഫെഡറേഷൻ ഓഫ് ഒബ്സ്റ്ററ്റിക്സ് ആൻഡ് ഗൈനക്കോളജിക്കൽ സൊസൈറ്റി ഓഫ് ഇന്ത്യയുടെ തന്നെ നേതൃത്വത്തിൽ, വിച്ച് ഇസ് ബോഡി ഓഫ് ഓൾ ദ ഗൈനക്കോളജിസ്റ്റ് ഇൻ ഇന്ത്യ, അതിന്റെ നേതൃത്വത്തിൽ തന്നെ സേവ് ദ യൂട്രസ് ക്യാമ്പയിൻ ആണ്. നമ്മൾ അൺനെസസറി ആയിട്ട് യൂട്രസ് റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു അബ്നോർമൽ യൂട്രൈൻ ബ്ലീഡിങ്ങിന് യൂട്രസ് റിമൂവ് ചെയ്യേണ്ട ആവശ്യമില്ല. അതിന്റെ കോസ് ഈ പാം കോയിനിൽ ഏത് കോസ് ആണെന്ന് അറിയുകയും ആ കോസിന് വേണ്ടിയിട്ടുള്ള ട്രീറ്റ്മെന്റിലേക്ക് പോവുകയും ചെയ്യാനായിട്ട് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഓൺലി ഇൻ ദറ്റ് റിയൽ നീഡഡ് കേസസ് നമ്മളൊരു യൂട്രസ് റിമൂവലിന് പോകേണ്ട ആവശ്യമുള്ളൂ. ഓക്കെ, മാഡം ഒത്തിരി ഇൻഫർമേഷൻ ആണ് നമുക്ക് തന്നത്. അപ്പോൾ മാഡത്തിന്റെ ടോക്കിൽ നിന്ന് എനിക്ക് മനസ്സിലാക്കിയാൽ ചില സംഭവങ്ങൾ നമുക്ക് മാറ്റാൻ പറ്റില്ല. ഇപ്പോൾ ഫാമിലി ഹിസ്റ്ററി കാര്യങ്ങൾ അല്ല എന്നുണ്ടെങ്കിൽ ഒബിസിറ്റി പോലെയുള്ള കാര്യങ്ങൾ നമ്മൾ എക്സ്റ്റേണലായി നമ്മൾ യൂസ് ചെയ്യുന്ന സംഭവങ്ങൾ അതൊക്കെ വേണമെങ്കിൽ നമുക്കൊന്ന് ശ്രദ്ധിച്ചാൽ we can actually prevent all these things. And thank you madam for such a wonderful time. Thank you so much. I enjoyed.